പാറശാല ഷാരോൺ വധക്കേസിലെ പ്രതികളായ ഗ്രീഷ്മയും നിർമ്മലകുമാറും കുറ്റക്കാരെന്ന് കോടതി. നടൻ സെയ്ഫ് അലി ഖാനെ കുത്തിയ കേസിൽ കസ്റ്റഡിയിലെടുത്ത ആൾക്ക് കേസുമായി ബന്ധമില്ലെന്ന പോലീസ്. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗ ഓൺലൈൻ മോജ് ന്യൂസിലേക്ക് സ്വാഗതം. പാറശാല ഷാരോൺ വധക്കേസിൽ 1-ാം പ്രതി ഗ്രീഷ്മയും 3-ാം പ്രതി അമ്മാവൻ നിർമ്മലകുമാറും കുറ്റക്കാരെന്ന് കോടതി വിധി. 2-ാം പ്രതി അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. കൊലപാതകം, വിഷം നൽകൽ, തെളിവ് നശിപ്പിക്കൽ അടക്കം കുറ്റങ്ങൾ തെളിഞ്ഞു. 3-ാം പ്രതി അമ്മാവൻ തെളിവ് നശിപ്പിച്ചെന്ന് കോടതി കണ്ടെത്തി. തെളിവുകളുടെ അഭാവത്തിലാണ് അമ്മയെ വെറുതെ വിട്ടത്. ശിക്ഷാവിധി നാളെ ഉണ്ടാകും. നടൻ സെയ്ഫ് അലി ഖാനെ കുത്തിയ കേസിൽ കസ്റ്റഡിയിലെടുത്ത ആൾക്ക് കേസുമായി ബന്ധമില്ലെന്ന് ബാന്ദ്ര പോലീസ്. CCTV ദൃശ്യവുമായി സാമ്യമുള്ളതിനാലാണ് ഇയാളെ ചോദ്യം ചെയ്തതെന്നും പോലീസ് വിശദീകരിച്ചു. എന്നാൽ ഇയാൾ പ്രതിയെന്ന തരത്തിലാണ് പോലീസ് നേരത്തെ സൂചന നൽകിയത്. ബാന്ദ്രയിലെ ഫ്ളാറ്റിന്റെ 11-ാം നിലയിൽ CCTV പ്രവർത്തിച്ചിരുന്നില്ല. നടൻ താമസിച്ചിരുന്ന നിലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇല്ലായിരുന്നെന്നും പോലീസ് പറഞ്ഞു. പ്രതിയുടെ CCTV ദൃശ്യം കിട്ടിയത് 6-ാം നിലയിൽ നിന്നാണ്. അശോകിനെ തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനാക്കിയ നടപടി സ്റ്റേ ചെയ്ത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. കമ്മീഷൻ രൂപീകരണം എവിടെ എത്തിയെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സർക്കാരിനോട് ചോദിച്ചു. IAS-കാർക്ക് വെറുതെ ശമ്പളം നൽകാനാണോ നിയമനമെന്നും ട്രൈബ്യൂണൽ ചോദിച്ചു. കാറും ഡ്രൈവറെയും നൽകുന്നുണ്ടെന്ന സർക്കാരിന്റെ മറുപടിക്ക് ഓഫീസല്ലേ ആദ്യം വേണ്ടതെന്നായിരുന്നു ട്രൈബ്യൂണലിന്റെ മറുചോദ്യം. സമാധി വിവാദത്തെ തുടർന്ന് നെയ്യാറ്റിൻകരയിൽ കല്ലറ തുറന്ന് പുറത്തെടുത്ത ഗോപന്റെ മൃതദേഹം സംസ്കരിച്ചു. ഇന്നലെ പൊളിച്ച കല്ലറയ്ക്ക് പകരം പുതിയ കല്ലറ തീർത്തായിരുന്നു ചടങ്ങുകൾ. സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചടങ്ങിൽ ഗോപന്റെ 2 മക്കളും പങ്കെടുത്തു. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പദയാത്രയായാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അടുത്ത വർഷം മുതൽ കളരിപ്പയറ്റ് സ്കൂൾ കായികമേളയിൽ ഉൾപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധമുണ്ടെന്നും ഒളിമ്പിക്സ് അസോസിയേഷന്റെ നടപടിയിൽ PT ഉഷ ഒളിച്ചു കളിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഉത്തരാഖണ്ഡ് നടക്കാനിരിക്കുന്ന ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമാക്കാത്ത ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ നടപടി അങ്ങേയറ്റം അപലപനീയമാണെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാനും പറഞ്ഞിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് സുപ്രീം കോടതി. ആത്മഹത്യ ചെയ്തവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ കേസെടുക്കരുതെന്നും സാങ്കേതികത്വം മാത്രം മുൻനിർത്തി ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തരുതെന്നും സുപ്രീം കോടതി പറഞ്ഞു. പോലീസിനും വിചാരണ കോടതികൾക്കുമാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. മധ്യപ്രദേശ് സ്വദേശിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയെടുത്ത കേസ് റദ്ദാക്കിക്കൊണ്ടുള്ള വിധി പ്രസ്താവനത്തിലാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. മംഗളൂരുവിൽ ഉള്ളാളിന് സമീപമുള്ള കോട്ടേക്കർ കാർഷിക സഹകരണ ബാങ്കിൽ നിന്ന് 15 കോടിയുടെ സ്വർണവും 5 ലക്ഷം രൂപയും കവർന്ന് 6-അംഗ സായുധ സംഘമാണ് ബാങ്ക് ജീവനക്കാരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയത്. കോട്ടേക്കർ കാർഷിക സഹകരണ ബാങ്കിന്റെ KC റോഡ് ശാഖയിലാണ് കവർച്ച. ചേരമംഗലം പേരപ്പാടത്ത് ദമ്പതികളെയും മകളെയും വീട്ടിൽ കയറി ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ചു കൊന്ന കേസിൽ പ്രതി ചേരമംഗലം കണിയാമ്പറമ്പിൽ ഋതുവിനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. പേരേപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വിനീഷയുടെ ഭർത്താവ് ജിതിൻ പരിക്കുകളോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം പ്രതി ഋതുവിന് മാനസിക പ്രശ്നമില്ലെന്ന് പോലീസ് പറഞ്ഞു. ചോദ്യം ചെയ്യലുമായി പ്രതി സഹകരിക്കുന്നുണ്ടെന്നും മുനമ്പം DYSP SPS ജയകൃഷ്ണൻ പറഞ്ഞു. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ 12 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും 16 പേരെ കാണാതാവുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം. മരിച്ച ഇന്ത്യക്കാർ റഷ്യയ്ക്ക് വേണ്ടി പോരാടുന്നവരാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. റഷ്യൻ ആർമിയിൽ സേവനമനുഷ്ഠിക്കുന്ന 126 ഇന്ത്യൻ പൗരന്മാരുണ്ടെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭൂമി
ഭൂമി തട്ടിപ്പ് കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് 14 വർഷം തടവ് ശിക്ഷ. ഇമ്രാൻഖാനോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ ബുഷ്ര ബീവിയെയും 7 വർഷം തടവിന് വിധിച്ചിട്ടുണ്ട്. 2023 ഓഗസ്റ്റ് മുതൽ ഖാൻ തടവിൽ കിടക്കുന്ന റാവൽപിണ്ടിയിലെ ഗാരിസൺ നഗരത്തിലെ അദില ജയിലിൽ സ്ഥാപിച്ച താൽക്കാലിക അഴിമതി വിരുദ്ധ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 3 തവണ മാറ്റിവെച്ച കേസിൽ അഴിമതി വിരുദ്ധ കോടതി ജഡ്ജി നാസിർ ജാവേദ് റാണയാണ് വിധി പറഞ്ഞത്. ജനയുഗ ഓൺലൈൻ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.